ഇവര് നല്ല കൂട്ടായിരുന്നു. ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, അതിന് വരണം എന്നൊക്കെ പറഞ്ഞ് എന്റെ കൂട്ടുകാരിയെ പ്രലോഭിപ്പിക്കുകയും അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, പോകുന്ന ചെലവും കാര്യങ്ങളൊന്നും നോക്കണ്ട, ഒരുപാട് അധികം പൈസകൾ തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിയാൻ അപ്പുറത്തെ വാഗ്ദാനങ്ങൾ ഇവര് നൽകുകയും അപ്പം എന്റെ കൂട്ടുകാരി അത്രയും ദൂരം ആയതുകൊണ്ട് മിന്നു മുനീറിനെതിരെ അത് വലിയൊരു അലിഗേഷൻ വന്നിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ സുഹൃത്തിനെ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കാം, ആഡംബര ലൈഫൊക്കെ നയിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അത് നിരസിച്ചപ്പോ വീണ്ടും ഒരു പരിപാടിയിലേക്ക് വിളിക്കുന്നു. അത് നിരസിച്ചപ്പോ അതിനേക്കാൾ വലിയൊരു പരിപാടിയിലേക്കാ വിളിക്കുന്നത്. എന്താ അറിയോ? കൂട്ടിക്കൊടുക്കാൻ. അടിപൊളി. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ബൂമറാങ് പോലെ എറിഞ്ഞത് തിരിച്ച് തലക്ക് തന്നെ കൊട്ടും. അതാണ് അവസ്ഥ. മിന്നു മുനീറിനെതിരെ വരുന്ന അലിഗേഷൻസ് പക്കയാണ് എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം അവർ പറയുന്ന വാക്കുകളും നമുക്ക് പക്കയായി തോന്നുന്നില്ലേ? സ്വാഭാവികമായിട്ടും അവർക്കെതിരെ വരുന്ന അലിഗേഷൻസും പക്കയായിട്ട് തന്നെ നമുക്ക് തോന്നണം അല്ലേ? ഈ പെൺകുട്ടി പറയുന്ന കുറച്ച് വാക്കുകളിലൂടെ ഒന്ന് കടന്നു പോകാം, കേൾക്കാം. എനിക്ക് അവരെ അറിയാം, മീനു മുനീറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്, പരിചയപ്പെട്ടിട്ടുമുണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ഒരു സംഭവത്തിൽ പഠിക്കാൻ പോയി, ഇവരും അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങള് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സുഹൃത്തുക്കളും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എന്റെ ഒരു സുഹൃത്ത്, ഒരു പെൺ സുഹൃത്ത്, എന്റെ ഒരു കൂട്ടുകാരി ഇവര് നല്ല കൂട്ടായിരുന്നു. ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, അതിന് വരണം എന്നൊക്കെ പറഞ്ഞ് എന്റെ കൂട്ടുകാരിയെ പ്രലോഭിപ്പിക്കുകയും അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, പോകുന്ന ചെലവും കാര്യങ്ങളൊന്നും നോക്കണ്ട, ഒരുപാട് അധികം പൈസകൾ തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിയാൻ അപ്പുറത്തെ വാഗ്ദാനങ്ങൾ ഇവര് നൽകുകയും അപ്പം എന്റെ കൂട്ടുകാരി അത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ 10-15 ദിവസം പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഇവര് കൊണ്ടുപോകാമെന്ന് പറയുന്നത്. 10-15 ദിവസം പ്രോഗ്രാംസ് ഉണ്ട്, വരണം എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അപ്പം എന്റെ കൂട്ടുകാരി പറഞ്ഞു അത്രയും ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറുന്നെങ്കിൽ വീട്ടുകാർ വീടില്ലെന്ന് പറഞ്ഞു. ഇവര് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്യും. അത്രയും അവിടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തോരം ലക്ഷം ആൾക്കാരുള്ളതോ, എന്തോരം ലക്ഷങ്ങൾ കിട്ടുന്ന പ്രോഗ്രാംസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവര് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. ഓക്കെ, ഒരാൾക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയം വീണ്ടും വീണ്ടും അവരെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യ. ഒന്ന്, ആ ഒരു കുട്ടിക്ക് കിട്ടട്ടെ കുറച്ച് നേട്ടം എന്ന് പറയുമ്പോൾ കുറച്ച് എനിക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് രീതികളാണുള്ളത്. ഒന്ന് കുഴിയിൽ ചാടിക്കാനാവണം, അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനാവണം. ഇവിടെ മിന്നു ചേച്ചി കുഴിയിൽ ചാടിക്കാൻ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. വളരെയധികം ഇങ്ങനെ കുറെ പൈസ തരാ, ജീവിതത്തിൽ അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള സമ്പത്ത് കിട്ടും, ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒന്ന് ശരിക്കും ഒന്ന് വളയ്ക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. തുടർന്ന് കേൾക്കാം. അത് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ഇവർ നിരന്തര രാത്രികളിൽ വിളിച്ചോണ്ടിരിക്കുകയൊക്കെ ചെയ്തു. നിരന്തരം രാത്രി വിളിക്കുക, പ്രോഗ്രാംസ് കൊണ്ട് വരുന്നില്ല, എന്തായി, തീരുമാനം എന്തായി, ഇങ്ങനെ ചോദിച്ച് നമ്മളെ വിളിച്ചോണ്ടിരിക്കുക. അങ്ങനെ എന്റെ കൂട്ടുകാരി ഡെയിലി വിളിച്ചു. അത് കൂടാണ്ട് എന്റെ കൂട്ടുകാരി ഈ പ്രോഗ്രാംസിനൊക്കെ ഒഴിഞ്ഞു മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞു ഇവിടെ നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ട്, വീട്ടിൽ ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു വീട്ടിൽ പറയാതെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പറഞ്ഞു അതെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് നീ വാ, നമുക്ക് അവിടെ പോയി കുറെ ദിവസം, ഒരു 3-4 ദിവസം അവിടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അതായത് കാര്യം മനസ്സിലായി, 3-5 ദിവസം പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതായത് ശരിക്കും അവിടെ പ്രോഗ്രാം ഇല്ല, അവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്, അത് വീട്ടിൽ പറയാൻ പാടില്ല, വീട്ടുകാരോട് പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ പറയണം എന്ന് ഇവര് പറഞ്ഞ് ഇവരോട് ഇത് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആ കുട്ടി പറഞ്ഞു എനിക്ക് വീട്ടിൽ പറയാതെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവർക്ക് എന്തായി, ദേഷ്യമായി. അല്ല, അടിപൊളി പരിപാടി കേട്ടോ. ആദ്യം പ്രോഗ്രാമിന് പോയില്ല എന്ന് കണ്ടപ്പോ ഓക്കെ, നെക്സ്റ്റ് പരിപാടി നോക്കാം. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ ട്രാക്ക് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു, മുന്നൊരുക്കമായിരുന്നു. ആ കുട്ടി ആ ഒരു കാര്യത്തിൽ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്താവും, അത് യൂസ് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ചെയ്തു. ഒന്നാമത്തെ പ്ലാൻ പൊളിഞ്ഞു. രണ്ടാമത്തെ പ്ലാന്, നിനക്ക് വന്നാൽ അടിച്ചു പൊളിച്ച് നടക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്, വീട്ടുകാരോടൊന്നും പറയണ്ട, ചെറിയ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞിട്ട് പോരെ. എന്താ ഒരവസ്ഥ ആലോചിച്ചോക്കെ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ടോൺ, ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ടോൺ വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ആ ഇന്റർവ്യൂ കേട്ടതുപോലെ തോന്നുന്നുണ്ട്. അതായത് ഞാൻ ആ റൂമിൽ കയറിയപ്പോ ഒരു ആള് വന്നിട്ട് ഇങ്ങനെ നിൽക്കുക, എല്ലാത്ത സാധനം. ഓക്കെ, ഇത് മുഴുവൻ കേൾക്ക്. അതുകൂടാതെ തന്നെ ഇവര് രാത്രികളില് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം രാത്രി ഈ കുട്ടിയോട് ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മീനു മുനീറിനെ ഏതോ ഒരു നടൻ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരു നടൻ വിളിച്ചു, ആ നടന്റെ പേര് പറയാൻ പറ്റില്ല, ഒരു നടൻ വിളിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് വീഡിയോ കോൾ ആയിരുന്നു പറഞ്ഞ് ഇവര് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. അങ്ങനെ ഇവര് കുറെ നേരം വീഡിയോ കോൾ ചെയ്തതിനു ശേഷം ആ നടനുമായിട്ടുള്ള കുറെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഈ എന്റെ കൂട്ടുകാരുടെ മൊബൈലിൽ അയച്ചു കൊടുത്തു. എനിക്ക് നടന്മാരെയൊക്കെ പരിചയമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നടന്മാരെയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം എന്നുള്ള രീതിയിൽ നടന് വീഡിയോ കോൾ ചെയ്യുന്ന സ്ക്രീൻഷോട്ട് ഒക്കെ ഇട്ട് കൊടുത്തു.
അപ്പൊ ഈ കൂട്ടുകാർ നോക്കുമ്പോൾ ഇവരുടെ ഡ്രസ്സുകൾ വളരെ മോശമായിരുന്നു. അതായത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു. ഇനി അവരുടെ അവർ ക്രോപ്പ് ചെയ്യാൻ മറന്നാണോ എന്താണെന്ന് അറിയില്ല. കുറച്ച് മോശം ഫോട്ടോസ് ആയിരുന്നു. ആ സിനിമ നടനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ ലിസ്റ്റിൽ ആ സിനിമ നടന്റെ പേരില്ല. പുതിയ സാധനം. ഒരുപാട് ആളുകൾക്കെതിരെ അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെതിരെയൊക്കെ കേസും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പെൺകുട്ടിക്ക് അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ടുകളിൽ, അതായത് ഒരു വീഡിയോ കോൾ ചെയ്തിരുന്നല്ലോ അല്ലെ, ആ വീഡിയോ കോളിൽ വളരെ വൾഗർ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചു എന്നുള്ളതാ. എന്ത് വസ്ത്രമാണെന്ന് നമുക്കറിയില്ല, എന്തോ ആവട്ടെ, വൾഗർ ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചു. ആ ഒരു വസ്ത്രം, ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, ഒരു നടന്റെ പേര് ഈ കുട്ടി പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥ അല്ലേ. ആളുകളെ ചാക്കിലാക്കാൻ നോക്കിയ ഈ ഒരു സ്ത്രീയാണ് ഇപ്പൊ ഒരു അലിഗേഷൻ ആയിട്ട് പറയുന്നത്. ഓരോ നടന്മാരുടെയും കൂടെ വസ്ത്രമില്ലാതെയും കുറെ ആളുകളെ കണ്ടു, ഓരോ നടിമാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഏതോ ഒരു നടനായിട്ട് ആ പെൺകുട്ടിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്, വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതിൽ ഇവള് വൾഗർ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചു എന്ന് പറയുന്നത് വളരെ വളരെ മ്ലേച്ഛം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അതുകൂടാണ്ട് തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ വഴിക്ക് ചെന്നില്ലല്ലോ എന്റെ കൂട്ടുകാരി. അപ്പൊ ഇവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൂട്ടുകാരി ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആ മേഖലയിലുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇവരെന്തോ ചെയ്ത് ഈ കൂട്ടുകാരിയെ തമ്മിൽ തല്ലിക്കാൻ തുടങ്ങി. ഈ കൂട്ടുകാരി പോയിരുന്ന സ്ഥലങ്ങള്, ഈ പുള്ളിക്കാരിക്ക് അറിയാവുന്ന ആൾക്കാര്, അവരിൽ നിന്നെല്ലാം ഈ കൂട്ടുകാരിയുടെ കുറ്റം പറഞ്ഞ് ഇവരെന്ത് ചെയ്ത് തമ്മിൽ തല്ലിപ്പിച്ചു. അതുകൂടാണ്ട് ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു, ഇവരുടെ സ്വഭാവം ശരിയല്ലെന്ന് പറഞ്ഞപ്പോ ആ കൂട്ടങ്ങ് നിർത്തി. രാത്രി സമയങ്ങളാകുമ്പോൾ ആളുകൾ വിളിക്കുക ഈ കൂട്ടുകാരിയുടെ ഫോണിലേക്ക്. രാത്രികളിൽ ഓരോ ആണുങ്ങൾ വെച്ച് വിളിക്കുക. രാത്രി ഒരു സമയം കഴിയുമ്പോൾ 10 മണി 11 മണി നമ്മൾ ഉറങ്ങുന്ന സമയമല്ലേ, ആ സമയമാകുമ്പോൾ ഓരോ ആണുങ്ങൾ വിളിക്കുക. അപ്പൊ ഈ കൂട്ടുകാരിക്ക് ഭയങ്കര ഇതായി. അങ്ങനെ കുറെ നാൾ ഈ കൂട്ടുകാരി എന്ത് ചെയ്തു, ഫോൺ രാത്രി ഓഫ് ചെയ്ത് വെച്ചു. കാരണം കേൾക്കാൻ പറ്റണ്ടേ. രാത്രി ഇപ്പൊ ഫോൺ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ ചോദിക്കില്ല, ആരാ എന്താന്ന് ചോദിക്കുമ്പോ പറയാനുണ്ട്. കുട്ടിക്ക് ഒരു പേടി, വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ വഴക്ക് പറയും. അങ്ങനെയുള്ളൊരു പേടി. പിന്നെ പുറത്തൊന്നും വിടത്തില്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പുറത്ത് വിടത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ കൂട്ടുകാരി ഇങ്ങനെ ഒരു സംഭവം രാത്രിയാകുമ്പോൾ എന്ത് ചെയ്തു, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക, ഫ്ലൈറ്റ് മോഡിലിടുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് എന്റെ കൂട്ടുകാരി എന്നോട് ഈ പ്രശ്നം നടന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അവൾ എന്നോട് തുറന്നു പറഞ്ഞത്. കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് കൊട്ടേഷനും കൂടി ഉണ്ട് എന്നാ പറഞ്ഞു കേട്ടത്. അല്ല, അടിപൊളി. മിനി ചേച്ചി കുറെ അങ്ങനത്തെ സീനുകൾ സിനിമ ചെയ്തിട്ടുണ്ട്, തമിഴ് സിനിമകൾ. സീരിയലിനേക്കാൾ വളരെ മ്ലേച്ഛകരമായിട്ടുള്ള ക്യാമറ വർക്കൊക്കെ ഉള്ള വളരെ മോശം സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാ. മോശം എന്ന് ഉദ്ദേശിച്ചാൽ വേറെ അർത്ഥത്തിലല്ല കേട്ടോ, ഈ ഒരു അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഗുണ്ടായിസം കാണിക്കാനുള്ള ഒരു പണി നോക്കി എന്നുള്ളതാ. വളരെ വളരെ മൃദുലമായിട്ട് സോഫ്റ്റ് ആയിട്ട് ആദ്യം ഒന്ന് ചാക്കിലിടാൻ ശ്രമിച്ചു, നടന്നില്ല. രണ്ടാമത് ഒന്നും കൂടി ആ ഒരു കുട്ടിക്ക് ഒരുപാട് സ്വാതന്ത്ര്യവും കുറച്ച് പൈസ ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒന്ന് ചാക്കിലിടാൻ നോക്കി, നടന്നില്ല. എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞൊരു വീഡിയോ കോള്, ഞാനുണ്ടോ ഒരു നടനായിട്ട് ഇങ്ങനെയൊക്കെയാണ് വർത്തമാനം പറയണത്, എന്തൊക്കെ പരിചയപ്പെടുത്തി തരാം പോരെ എന്നൊക്കെ പറയാതെ പറഞ്ഞുകൊണ്ട് അതൊന്ന് ട്രാക്കിൽ നോക്കി, നടന്നില്ല. പിന്നെ ഒരു രക്ഷയില്ല. അങ്ങ് എടുത്ത് അലക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകൾക്ക് നമ്പർ കൊടുത്തിട്ട് രാത്രി കുട്ടീനെ ശല്യം ചെയ്യിക്കുക. നല്ല അടിപൊളി. എന്താ പറയാ, ഇവരെന്ത് നമ്മൾ പറയും, മാതൃക പുരുഷോത്തമി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മൊത്തം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അവരോട് കൂട്ടുകൂടരുത്, അവർ പെൺകുട്ടികളെ കൊണ്ടുവന്നത് നല്ല ഉദ്ദേശത്തിലല്ല. അതായത് പുറമെ എല്ലാവർക്കും അറിയാം ഇവര് എവിടെ നിന്നാണ് ആൾക്കാർക്ക് അറിയാം, ആരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഇവരെ കുറിച്ചിട്ട് നല്ല ധാരണയാണെന്നാണ് കുട്ടി പറയുന്നത്. അവരുടെ കൂടെ കൂട്ടുകൂടരുത്, അവരുടെ കൂടെ പോവരുത് എന്ന് ആളുകൾ പറഞ്ഞു കൊടുത്തു എന്നാ. നല്ല അടിപൊളി കേട്ടോ. അപ്പൊ മിനിച്ചേച്ചി എന്ന് പറയുന്ന ആളെ ഇനി ഇപ്പൊ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഒരുപാട് ആളുകൾക്ക് ഓൾറെഡി അറിയാം. ചില ആളുകൾ ഇപ്പോഴും സപ്പോർട്ടാണ് കേട്ടോ അവരെ. എന്റെ കമന്റ് ബോക്സിൽ കാണാറുണ്ടേ, ഭയങ്കര സപ്പോർട്ടാ, ഭയങ്കര ഇഷ്ടമാണ് ചില കമന്റുകളികൾക്ക് അവരെ. അതെന്തോ ആവട്ടെ. അങ്ങനെ അവര് പറഞ്ഞ അലിഗേഷൻസ് ഒക്കെ നുണയാണ് എന്ന് ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയെ ഫോണിൽ വിളിച്ചിട്ട് ബന്ധപ്പെട്ട് അവരെ എങ്ങനെയെങ്കിലും ചാക്കിലാക്കാൻ ശ്രമിച്ചത് പാളിയപ്പോ അവരെ കൊട്ടേഷൻ കൊടുത്ത് ശല്യം ചെയ്യാൻ പോലും ആളെ വിട്ടു എന്നുള്ളതാണ്. ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ പറഞ്ഞ ആളുകളല്ലാത്ത ഒരാളുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. വീഡിയോ കോളിൽ വളരെ വൃത്തികെട്ട രീതിയിലുള്ള വസ്ത്രവും ധരിച്ചുകൊണ്ട് അവർ വീഡിയോ കോൾ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഈ കുട്ടിക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നത് തെളിവ് കുട്ടിയുടെ കയ്യിലുണ്ടാവും. ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള തെളിവുകൾ ആരും കളയാതെ സൂക്ഷിച്ചു വെക്കുക, അത് ഭാവിയിൽ യൂസ് ആവും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവരുടെ സ്വഭാവത്തെ കുറിച്ചിട്ട് ഇനിയിപ്പോ ഏകദേശം അല്ല മൊത്തത്തിൽ മനസ്സിലായിട്ടുണ്ടാവും. അവർ കൊടുത്ത കേസ് ഏകദേശം നമുക്കൊരു 99% ഫേക്ക് ആണെന്ന് ഉറപ്പിക്കാം. ഇവർക്കെതിരെ ഇനി വരാൻ പോകുന്ന കേസുകളാവും ഇനി പക്ക ഒറിജിനൽ കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ, തെളിവ് സഹിതം അവർ
സംസാരിക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ. എന്തായാലും ഒരു കേസും കാര്യമായിട്ട് മുന്നോട്ട് പോകാനല്ല തീരുമാനിച്ചിട്ടുള്ളത്. ഇവരെന്തായാലും സോഷ്യൽ മീഡിയ കിടന്നിട്ട് വരകുന്നുണ്ട്, ഇവരും വരകാം, അല്ലെങ്കിൽ ഞാനും അത് പറയാൻ പോകുക എന്നുള്ള ഒരു തന്റെ ഇടത്തോട് കൂടി ആ കുട്ടിയാണ് ഇട്ടു എന്നുള്ളത്. ഓക്കെ, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും. അതുവരെ സൈനിങ് ഓഫ്.